ദശപുഷ്പത്തിൽ നമ്മൾ മൂന്നാമതായി പറയുന്ന ഒരു സസ്യമാണിത്. പൂവാങ്കുറുന്തൽ അല്ലെങ്കിൽ പൂവാങ്കുരുന്നില. ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുക്കുറ്റിയുടെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ചെടിക്ക് സഹദേവി എന്നും പേരുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ ഇതിൻ്റെ കോമൺ നെയിമായിട്ട് അറിയപ്പെടുന്നത് ലിറ്റിൽ അയൺ വീഡ് എന്നാണ്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ അറിയാം ഇതൊരു കളയായിട്ട് കൺസിഡർ ചെയ്യണ ഒരു ചെടിയാണ്. ഇനി ഇതിൻ്റെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് ആസ്റ്ററേസിയ ഫാമിലിയിൽ പെടുന്ന സയാന്തിലിയം സിനേറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഇതിൻ്റെ ജനസ് സയാന്തിലിയത്തിലേക്ക് ചേഞ്ച് ചെയ്തതാണ്. നേരത്തെ ഇത് വെർണോണിയ സിനേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആയിരുന്നു. അതായത് വെർണോണിയ ജനസിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ലിറ്റിൽ അയൺ വീഡ് എന്നാണ്. അതുകൂടാതെ തന്നെ പർപ്പിൾ ഫിയാബെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കൂടിയുണ്ട്. ഹിന്ദിയിൽ ഇതിനെ അറിയപ്പെടുന്നത് സഹദേവി എന്നാണ്. തമിഴിൽ പൂവാങ്കുരുന്തൽ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇതൊരു സൺഫ്ലവറിന്റെ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. അതായത് ആസ്റ്ററേസിയ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. ഇനി ഇതിൻ്റെ ഒരു നേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ, ശ്രീലങ്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ അടങ്ങിയിട്ടുള്ള ട്രോപ്പിക്കൽ ഏഷ്യ ഇതിൻ്റെ ഒരു നേറ്റീവായിട്ട് കണക്കാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ അമേരിക്കൻ നേറ്റീവായിട്ട് കണക്കാക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ചിലർ വിശ്വസിക്കുന്നത് ഓസ്ട്രേലിയ ആണ് ഇതിൻ്റെ സ്വദേശം എന്നാണ്. അപ്പോൾ ഇത് എവിടെയൊക്കെ കാണുന്നു എന്നുള്ളതിന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. അപ്പോൾ ഈ തരം രാജ്യങ്ങളിലുള്ള വാം ആൻഡ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിലാണ് ഇത് വളരുന്നത്. കൂടുതലായിട്ടും കണ്ടുവരുന്നത് റോഡ് സൈഡിലൊക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഗ്രാസ് ലാൻഡ്സിൽ, കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ, പാടവരമ്പുകളിൽ, മറ്റേ ഈ കുളങ്ങളുടെ ഒക്കെ അടുത്തായിട്ട് കനാലിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ, ഈവൻ വേസ്റ്റ് ലാൻഡ്സിൽ പോലും ഇഷ്ടംമാതിരി കണ്ടുവരുന്ന ഒരു ചെടിയാണിത്. ഇനി ഈ ചെടിയുടെ ഒരു ബൊട്ടാനിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഒരു 100 to 120 സെൻറ്റിമീറ്റർ വരെ പൊക്കം വയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒറ്റ തണ്ടിൽ പോകുന്ന ഒരു ചെടിയാണ്. ആ ഒറ്റ തണ്ടിൽ നിന്ന് പല ബ്രാഞ്ചസ്, ശിഖരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ തണ്ടാണെങ്കിൽ ഒരൊറ്റ തണ്ടിൽ ആണ് മുകളിലേക്ക് പോയേക്കുന്നത്. അത് വുഡിയാണ്, നല്ല ഹാർഡായിട്ടുള്ള ഒരു തണ്ടാണ്. ആ ഒരു മെയിൻ തണ്ടിൽ നിന്നാണ് പിന്നെ ശിഖരങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഇലകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 3 to 6 സെൻറ്റിമീറ്റർ വരെ ലെങ്ത് വയ്ക്കുന്ന അത്യാവശ്യം നല്ല ഓവൽ ഷേപ്പിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ഇലകളാണ്. നല്ല പച്ച കളർ ഇലകളാണ് ഇതിനുള്ളത്. മുകളിൽ നല്ല പച്ച കളറും പിന്നെ അടിയിലായിട്ട് ചെറിയൊരു വെള്ളപ്പുണ്ട്. അതായത് ഒരു ലൈറ്റ് ഗ്രീൻ കളറും ആയിരിക്കും. പൂക്കളാണെങ്കിൽ നല്ല റെഡിഷ് പർപ്പിളിലോ അല്ലെങ്കിൽ ഒരു ലാവൻഡർ കളറിലോ, ഇപ്പോൾ ഈ കാണുന്ന ഒരു ലാവൻഡർ കളറുള്ള പൂക്കളാണ്. കുറച്ച് ട്യൂബുലാർ സ്ട്രക്ചറിലുള്ള ഒരു പൂക്കളാണ്. അതിൻ്റെ മുകളിലേക്ക് നല്ല പുതിയ ബ്രഷ് പോലെ ഇരിക്കും. മുകളിലേക്ക് നല്ല അറേഞ്ച്ഡ് ആയിട്ട് നല്ല ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കും. ഇതിൻ്റെ പഴവും കായൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പൂപ്പൻ താടി പോലെ ഇരിക്കും. അതിൻ്റെ കായ കുറച്ച് ബ്രൗൺ കളറിൽ ഈ അപ്പൂപ്പൻ താടിയുടെ താഴെയുള്ളത് പോലെ തന്നെയാണ് ഇതിൻ്റെ കായ ഇരിക്കുന്നത്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് അതിന്. യൂഷ്വലി ഇതുപോലത്തെ സീഡുകളൊക്കെ ഡിസ്പേഴ്സ് ചെയ്യുന്നത് കാറ്റ് വഴിയാണ്. കാറ്റ് വരുമ്പോൾ ഇത് പറന്ന് വേറെ ഏരിയാസിലേക്ക് ചെന്ന് വീണ് അവിടെ മുളയ്ക്കും. വലിയ ലൈഫ് സ്പാൻ ഒന്നും ഇല്ലാത്ത ഒരു ആനുവൽ ഷോർട്ട് ലീവ്ഡ് ഹെർബാണ്. ഇത് എല്ലാ വർഷവും ഇത് ഉള്ളത് പോയിട്ട് പുതിയത് മുളച്ചു വരികയാണ് പതിവ്. ഇനി ഇതിൻ്റെ ഒരു ഫൈറ്റോ കെമിക്കൽ കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ 90ൽ പരം സെക്കൻഡറി മെറ്റബോളൈറ്റ്സും ആയിട്ട് ഒരു ഫൈറ്റോ കെമിക്കൽ ട്രഷർ ആയിട്ടാണ് ഇത് കണക്കാക്കാൻ പറ്റുന്നത്. അതായത് വെർണോഡാരിൻ, വെർണോലൈഡ് എന്നൊക്കെ പറഞ്ഞ സെസ്ക്യൂറ്റർപിൻ ലാക്ടോൺസ്, ല്യൂറ്റിയോലിൻ, അപ്പിജനിൻ, ക്വേർസിറ്റിൻ എന്നൊക്കെ പറഞ്ഞ ഫ്ലേവനോയിഡ്സ്, ലൂപ്പിയോൾ, ബീറ്റ അമറിൻ എന്നൊക്കെ പറഞ്ഞ ട്രൈറ്റർപ്പനോയിഡ്സ്, ബീറ്റ സൈറ്റോസ്റ്റെറോൾ എന്ന് പറഞ്ഞ സ്റ്റെറോയിഡ്സ്, കഫേയിക് ആസിഡ്, ക്ലോറോനെജിക് ആസിഡ് എന്ന് പറഞ്ഞ ഫിനോളിക് ആസിഡ്സ്, ആൽക്കലോയിഡ്സ്, സാപ്പണിൻസ്, ടാനിൻസ്, പിന്നെ ഒരുപാട് വേറെയും എസെൻഷ്യൽ ഓയിൽസ്. ഈ കോമ്പൗണ്ട്സ് ഒക്കെ തന്നെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വൈഡ് റേഞ്ച് ഓഫ് ഇതിന്റെ ഫാർമക്കോളജിക്കൽ എഫക്ട്സിലേക്കാണ്. ഈ ചെടിയുടെ ഒരു മെഡിസിനൽ യൂസസും ഹെൽത്ത് ബെനിഫിറ്റ്സും ഒക്കെ പറയുകയാണെങ്കിൽ ഇത് ട്രഡീഷണലി തന്നെ ആയുർവേദത്തിലും സിദ്ധയിലും അതുപോലെ തന്നെ ഒറ്റമൂലിയൊക്കെ ആയിട്ട് യൂസ് ചെയ്തു വരുന്ന ഒരു ചെടിയാണ്. ബോഡി ടെമ്പറേച്ചർ, അതായത് ശരീരതാപം കുറയ്ക്കാനും മൂത്രപ്രവാഹം സുഗമമാക്കാനും വിഷം കളയുന്നതിനും രക്തശുദ്ധിക്കും ഈ സസ്യം ഔഷധമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പല റെഫറൻസിലും പറയുന്നത്. പിന്നെ പനി, മലമ്പനി, തേൾവിഷം, അർഷസ് എന്നിവയ്ക്കും നേത്ര ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. ഒരു ഒറ്റമൂലിയായിട്ട് പണ്ട് മുതലേ പറഞ്ഞു വരുന്നത് പൂവാങ്കുരുന്തലിൻ്റെ നീര് പകുതി എണ്ണ ചേർത്ത് കാച്ചി തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിൽ ദശ വളരുന്നത് ശമിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ തായ്ലാൻഡിലും ഇന്ത്യയിലും ഒക്കെ പുകവലിയുടെ അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഹെർബൽ സിഗരറ്റ്സ് ആയിട്ട് റോൾ ചെയ്തും പിന്നെ ചായയായിട്ട് സേവിച്ചുമാണ് ഇത് നിക്കോട്ടിൻ്റെ ക്രേവിങ്സ് കുറയ്ക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നീർവീഴ്ച, ബ്രോങ്കൈറ്റിസ്, ആസ്മ എന്നിവയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററിയും ആന്റി പൈററ്റിക്കും ആണ്. അതായത് ഇതിന്റെ കഷായം പനി, മേലുവേദന, ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതൊരു ഡീടോക്സിഫയർ ആണ്. ലിവർ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ട്രഡീഷണലി ഇത് ലിവറും കിഡ്നിയും ഒക്കെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ഡയൂറിറ്റിക് ആണ്. അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ലാക്സേറ്റീവ് പ്രോപ്പർട്ടീസും ഇതിനുണ്ട്. പിന്നെ പറയാനുള്ളത് ഇത് ആന്റി ഡയബറ്റിക്കും ആന്റി ഓക്സിഡന്റും ആണ്. ഇതിൻ്റെ അകത്ത്
അടങ്ങിയിട്ടുള്ള ഫ്ലേവനോയിഡ്സ് ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ആൻറ്റി മൈക്രോബിയലും ആൻറ്റി പാരസൈറ്റിക്കും ആണ്. അതായത് ഇത് ബാക്ടീരിയ, ഫംഗൈ, പിന്നെ മലേറിയ പരത്തുന്ന പ്ലാസ്മോഡിയം പോലുള്ള പ്രോട്ടോസോവാസിനെ ഒക്കെ തന്നെ നശിപ്പിക്കും. പിന്നെ ഇതിലുള്ള ആൻറ്റി ക്യാൻസർ പൊട്ടൻഷ്യലും കമൻറ്റബിൾ ആണ്. ഇതിൻ്റെ അകത്തുള്ള സെസ്ക്യൂടെർപിൻ ലാക്ടോൺസ് ക്യാൻസർ സെൽ ലൈൻസിന് എതിരായിട്ട് ഒരു സൈറ്റോടോക്സിക് ആക്ടിവിറ്റി കാണിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഫർദർ ഫാർമക്കോളജി സ്റ്റുഡൻസിന് ഒരു റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ടോക്സിറ്റി ആൻഡ് സേഫ്റ്റി പറയുകയാണെങ്കിൽ ഇത് പണ്ട് മുതലേ മരുന്നുകൾക്കൊക്കെ ഉപയോഗിച്ച് പോരുന്നതായതുകൊണ്ട് ഇത് ജനറലി സേഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. എന്നിരുന്നാലും ഹൈ ഡോസേജസ് ഒക്കെ ആവുകയാണെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസ്കംഫർട്ട് വരാവുന്നതാണ്. പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ സൂപ്പർവിഷനോടൊക്കെ കൂടി വേണം പ്രഗ്നൻസി ടൈമിലൊക്കെ ഇത് കഴിക്കാനായിട്ട്. ഇനി ഈ ചെടിയുടെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ വെൽ ഡ്രെയിൻഡ് ലോമി സാൻഡി സോയിൽസിലാണ് ഇത് കൂടുതലായിട്ടും നന്നായിട്ട് വളരുന്നത്. പിന്നെ ഫുൾ സൺലൈറ്റോ പാർഷ്യൽ ഷെയ്ഡോ ഒന്നും തന്നെ ഇതിന് വിഷയമല്ല. രണ്ടിലും നല്ല രീതിക്ക് തന്നെ വളരും. പിന്നെ മോഡറേറ്റ് വാട്ടർ ആയിരിക്കും ഏറ്റവും നല്ലത്. ഡ്രോട്ട് ടോളറൻ്റ് ആണ്, അതായത് വരൾച്ചയൊക്കെ ഒരുവിധമൊക്കെ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. പ്രൊപ്പഗേഷൻ സീഡ്സ് വഴിയാണ്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെത്താനെ ജെർമിനേറ്റ് ചെയ്തോളൂ. വർഷം മുഴുവൻ പൂവിടുന്ന കളയായിട്ട് കണക്കാക്കുന്ന ഒരു ചെടി കൂടിയാണ്. ഇനി ഇവരുടെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇതൊരു പോളിനേറ്റർ സപ്പോർട്ടിംഗ് ആണ്, സോയിൽ സ്റ്റെബിലൈസേഷൻ, പിന്നെ ബയോഡൈവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യും. ഇനി ഇവരുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ആയുർവേദത്തിൽ ഇതൊരു കളയാണെങ്കിൽ പോലും ഇത് കൂടുതലായിട്ടും ഒരുപാട് മെഡിസിനൽ യൂസേഴ്സ് ഉള്ള ഒരു പ്ലാന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ആയുർവേദിക് ടെക്സ്റ്റിൽ ഒരുപാട് അസുഖങ്ങൾക്കുള്ള മെഡിസിൻ ആയിട്ടും സിഗരറ്റിന്റെ ഡി അഡിക്ഷൻ ആയിട്ടൊക്കെ തന്നെ ഇത് യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി കാരണം ഇത് നാടോടി കഥകളിലും അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇന്ത്യയിൽ പല മരുന്ന് കമ്പനികളും പൂവാങ്കുരുന്നിലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മരുന്നിനും മറ്റുമായിട്ട് കൃഷി ചെയ്തും വരുന്നുണ്ട്. പിന്നെ ഈ ദശപുഷ്പങ്ങളിൽ ഓരോ പൂവിനും പ്രത്യേകം ദേവതയും ഫലപ്രാപ്തിയും ഒക്കെ ഉണ്ട്. പൂവാങ്കുരുന്നലിന്റെ ദേവത ബ്രഹ്മാവാണെന്നാണ് പലയിടത്തും പറയുന്നത്. പക്ഷേ ചിലയിടങ്ങളിൽ സരസ്വതിയാണെന്നും പറയുന്നുണ്ട്. പിന്നെ ഈ ചെടിയുടെ ഒരു ഫലപ്രാപ്തി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നാശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ദാരിദ്ര്യം ഇല്ലാതാകും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൂവാങ്കുരുന്നലിനെ കുറിച്ച് പറയാനുള്ളത്. ഇതുപോലെ തന്നെ വേറെ ചെടി കൂടിയുണ്ട്, വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ള മുയൽ ചെവിയൻ എന്ന് പറഞ്ഞൊരു ചെടി കൂടിയുണ്ട്. മുയൽ ചെവിയനും ഒരു ദശപുഷ്പം തന്നെയാണ്. ഇത് തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. പിന്നെ മുയൽ ചെവിയൻ എന്ന് പറഞ്ഞ ആ ഒരു ചെടീനെ കുറിച്ചുള്ള വീഡിയോയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.